നമുക്ക് അറിയാവുന്നതുപോലെ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് 2013 മാർച്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തു. ഒന്നാമത്തെ ദിവസം മുതൽ മാർപ്പാപ്പ ലോകത്തിൻ്റെയും സഭയുടെയും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. മാർപ്പാപ്പ കരുണയെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. സുവിശേഷത്തിൻ്റെ ജീവിതഗന്ധിയായ വ്യാഖ്യാനങ്ങൾ മാർപ്പാപ്പ നടത്തിക്കൊണ്ടിരുന്നു. വലിയ ആത്മീയ സത്യങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഫ്രാൻസിസ് പാപ്പ അതിവേഗം കടന്നുകൂടി. ലോകത്തിന് മുഴുവൻ വലിയ ആവേശവും വലിയ അഭിമാനവുമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി. എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ അടിക്കടി അനേകം തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നു. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിമർശനങ്ങൾക്ക് വിധേയമായി. പൊതുവെ നോക്കുമ്പോൾ 3 ഉറവിടങ്ങളിൽ നിന്നാണ് മാർപ്പാപ്പയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത് എന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്തത് വളരെ വിഷലിപ്തമായ വിമർശനങ്ങൾ, അതായത് സഭയുടെ തലവനെ താറടിക്കാനും സഭയെ കളങ്കപ്പെടുത്താനും വേണ്ടി നടത്തുന്ന വിമർശനങ്ങൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള വാക്കുകളും വിമർശനങ്ങളും. രണ്ടാമത്തത് യാഥാസ്ഥിതിക പുരോഗമനപരമായ ചിന്താധാരകൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിമർശനങ്ങൾ. മാർപ്പാപ്പ പുരോഗമനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും ആ തരത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്തവർ നടത്തുന്ന എതിർപ്പുകൾ. മൂന്നാമത്തത് പാപ്പാസ്ഥാനത്തെ ആദരിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ആത്മീയ തീഷ്ണതയുള്ള വ്യക്തികൾക്ക് തോന്നുന്ന പാപ്പ വിമർശനങ്ങൾ. എന്തുകൊണ്ട് നല്ല തീഷ്ണതയുള്ള സ്നേഹമുള്ള സഭയോട് താല്പര്യമുള്ള ആൾക്കാരിൽ കുറേ പേരെങ്കിലും മാർപ്പാപ്പയെ വിമർശിക്കാനിടയാവുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ അവർ മുഴുവൻ കാര്യങ്ങളും മാർപ്പാപ്പയോട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ടാകാം, കേൾക്കാത്തത് കൊണ്ടാകാം, അതല്ലെങ്കിൽ അവരുടെ ധാരണകൾ തെറ്റിപ്പോകുന്നുണ്ടാകാം, അതല്ലെങ്കിൽ അവർ കേൾക്കുന്ന കാര്യങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ലാത്തത് കൊണ്ട് ആകാം. അതുകൊണ്ട് നമ്മളിപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് ഈ 3ാം ഗണത്തിൽപ്പെടുന്ന വളരെ നല്ല മനുഷ്യരുടെ, സഭയെ സ്നേഹിക്കുന്ന, പാപ്പായെ ആദരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ചില വിമർശന വിഷയങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പരിഗണിക്കാവുന്ന അനേകം വിഷയങ്ങളുണ്ട്. അതിൽ 5 എണ്ണം നമ്മളിപ്പോൾ പരിഗണിക്കുകയാണ്. നമ്മളിത് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ മാർപ്പാപ്പയെ വാഴ്ത്താനോ അല്ലെങ്കിൽ വീഴ്ത്താനോ വേണ്ടിയിട്ടല്ല. നമ്മളിത് ചെയ്യുന്നത് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് വേണ്ടി തന്നെയാണ്. അതായത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ഉതപ്പുകളിൽ നമ്മൾ തന്നെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിശദീകരണം മാത്രമാണിത്. അതുകൊണ്ട് മാർപ്പാപ്പയോട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല വിമർശനങ്ങളിൽ 5 എണ്ണം പരിഗണിച്ച് വളരെ ലളിതമായിട്ട് അതിൻ്റെ ഒരു വിശദീകരണം നടത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, 2019 ഫെബ്രുവരി മാസത്തിൽ മാർപ്പാപ്പ UAE സന്ദർശിച്ചു. അന്ന് ഫെബ്രുവരി 4-ന് ഇസ്ലാമിക് മത നേതാവായ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യബുമായിട്ട് ചേർന്ന് മാർപ്പാപ്പ ഒരു സംയുക്ത പ്രസ്താവന നടത്തി. അത് സാഹോദര്യത്തെക്കുറിച്ചായിരുന്നു. ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ടുള്ള ഒരു സംയുക്ത രേഖയായിരുന്നു അത്. ആ രേഖയിലെ ഒരു വാക്യം അത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു. അതായത് മതവൈവിധ്യം, മതബഹുസ്വരത, നിറം, ലിംഗഭേദം, ഭാഷ, വംശം എന്നിവയെല്ലാം ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഈ ഒറ്റ വാക്യം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഒരുപാട് പേര് അനേകം സംശയങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഇച്ഛിച്ചതാണ് ഈ മതവൈവിധ്യമെങ്കിൽ എന്തിന് നമ്മൾ സുവിശേഷ വേല ചെയ്യണം? ദൈവം ആഗ്രഹിക്കുന്നതാണ് മതബഹുസ്വരതയെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് എന്താണ് പ്രത്യേക പ്രസക്തിയുള്ളത്? ഈ കാലത്ത് സഭയുടെ ദൗത്യം എന്താണ്? മാർപ്പാപ്പ പറഞ്ഞത് ശരിയാണോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉന്നയിക്കപ്പെട്ടത്. നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സംഗതി, മതവൈവിധ്യം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഉണ്ടാക്കേണ്ട കാര്യമല്ല, നിലവിൽ ഉള്ള സംഗതിയാണ്. ഒരു യാഥാർത്ഥ്യമാണ് മതവൈവിധ്യം എന്നുള്ള കാര്യം. ഓരോ മതത്തിൻ്റെ ഓരോ രൂപങ്ങളും ദൈവത്തിലേക്ക് മനുഷ്യർ തിരിയുന്നതിൻ്റെ അടയാളങ്ങളാണ്. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ അല്ല, ദൈവത്തിലേക്ക് തിരിയുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതവൈവിധ്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല, ഉള്ളടക്കത്തെപ്പറ്റി പറയാൻ സാധിക്കുകയില്ല. അതായത് മാർപ്പാപ്പയുടെ പരാമർശത്തിൽ മതങ്ങളുടെ ഉള്ളടക്കത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളില്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കാര്യം, മതസ്വാതന്ത്ര്യം എന്നുള്ളത് സഭ അംഗീകരിക്കുന്ന കാര്യമാണ്. അതായത് ഒരാളുടെ മനസാക്ഷിയിലും ഉത്തമ ബോധ്യത്തിലും അയാൾക്ക് ബോധ്യപ്പെട്ട വിശ്വാസം സ്വീകരിക്കാനുള്ള അവകാശം
ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം സഭ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ബോധ്യത്തിനനുസരിച്ചുള്ള തീരുമാനത്തെ നമുക്ക് ലംഘിക്കാനോ അതിനെ നിരസിക്കാനോ സാധിക്കില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. അങ്ങനെ അതാണ് മൂന്നാമത്തെ കാര്യം. അങ്ങനെ ഒരാൾ സ്വന്തം ബോധ്യത്തിലും അറിവിലും എടുക്കുന്ന തീരുമാനത്തെ, ഇച്ഛയെ ദൈവം മാനിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നത് കൊണ്ട് ദൈവം ഫലത്തിൽ മതസ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിന് തുല്യമായിട്ട് മാറുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ കൊടുക്കുന്നത് ഒരു തരത്തിലൊരു അനുവദിക്കുന്ന ഇച്ഛയാണ്, പെർമിസീവ് വിൽ എന്ന് പറയാം. ദൈവം ഇത്തരത്തിൽ പലതരം മതങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് ഈ ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായി മനുഷ്യർ നടത്തുന്ന ഈ പരിശ്രമത്തെ ദൈവം അനുവദിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അങ്ങനെ പറയാൻ. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സഭയുടെ പ്രബോധനമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നോ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നോ സഭ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അതിനേക്കാൾ വലിയ പ്രബോധനമില്ല. മറിച്ച് മാർപ്പാപ്പ നടത്തിയത് ഈ സാഹചര്യത്തെ വിശകലനം ചെയ്യാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ആ തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. രണ്ടാമതായി മാർപ്പാപ്പ പറയുകയും പിന്നീട് വലിയ വിവാദമായിട്ട് തീരുകയും ചെയ്ത ഒരു കാര്യം, ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പാപ്പ ഒരിക്കൽ പറഞ്ഞു. അതൊരുപാട് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ച ഒരു പ്രസ്താവനയായിട്ട് മാറി. അപ്പം അങ്ങനെ പറയുമ്പോൾ ആർക്കും ചോദിക്കാവുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. ക്രൈസ്തവ ദൈവം തന്നെയാണോ ഇസ്ലാമിക വിശ്വാസത്തിലെ ദൈവം? യേശുവിൻ്റെ പിതാവിനെ തന്നെയാണോ പ്രവാചകനായ മുഹമ്മദ് ഉദ്ഘോഷിക്കുന്ന ദൈവം? അപ്പോൾ ഈ സങ്കീർണമായ പല ഉത്തരങ്ങളും സാധ്യമാണ്. എങ്കിലും വളരെ ലളിതമായ രീതിയിൽ നമുക്കിതിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഈ മാർപ്പാപ്പ പറഞ്ഞ കാര്യം, അതായത് ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ അമൂർത്തമായ, അബ്സ്ട്രാക്റ്റായ, സാങ്കേതികമായ അർത്ഥത്തിൽ മാത്രം ശരിയാണ്. അങ്ങനെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ. ആരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നോ, ദൈവത്തെ അംഗീകരിക്കുന്നോ, അവരെല്ലാം ആ സത്യദൈവത്തെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയാം. ആ അർത്ഥത്തിൽ ഇത് ശരിയാണ്, അത്രയും ശരിയാണ്. അതായത് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നുള്ള സാങ്കേതികമായ അർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ അത് വിട്ടുകഴിഞ്ഞാൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും അതുപോലെ മുസ്ലിം മതവിശ്വാസികളുടെയും ദൈവം ഒരേ ദൈവമല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് നമ്മുടെ ദൈവം ത്രിത്വൈക ദൈവമാണ്. ഒരു ദൈവം, ആ ദൈവത്തിൽ 3 ആളുകൾ. ഇസ്ലാം മതവിശ്വാസത്തിൽ അങ്ങനെ ഒരു ദൈവസങ്കല്പമില്ല എന്നുള്ളത് വളരെ ശരിയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ മാത്രമല്ല, യഹോവ സാക്ഷികൾ, യൂണിറ്റേറിയൻസ് തുടങ്ങിയവരാരും ഈ ത്രിത്വ ദൈവ സങ്കല്പത്തെ അംഗീകരിക്കുന്നവരല്ല. ഒന്ന്. രണ്ടാമതായി, ക്രൈസ്തവർ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിക്കുന്നു. എന്നാൽ ഇസ്ലാം മതവിശ്വാസത്തിൽ യേശുവിനെ ആരാധിക്കുന്നവർ നരകത്തിൽ പോകേണ്ടവരായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെയാണ്. യേശുവിനെ ആരെങ്കിലും ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിലും അവർ നരകത്തിൽ പോകേണ്ടവരായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ച് യേശു ക്രിസ്തു ദൈവമാണ്. എന്നാൽ ഇസ്ലാം മതവിശ്വാസത്തിൽ അങ്ങനെയല്ല. അതുപോലെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മുടെ പിതാവാണ്. യേശു നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം പിതാവാണ് എന്നുള്ള കാര്യം. എന്നാൽ ഇസ്ലാം മതവിശ്വാസത്തിൽ ദൈവം പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് വളരെ പരിമിതമായ സാങ്കേതികമായ അർത്ഥത്തിൽ മാത്രമാണ് ഇസ്ലാം, യഹൂദ, ക്രൈസ്തവ മതവിശ്വാസങ്ങളിൽ ഒരേ ദൈവസങ്കല്പമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിശദാംശങ്ങളിലും അർത്ഥത്തിൻ്റെ പൂർണ്ണമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരേ ദൈവവിശ്വാസമല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഒരു വിമർശനം പാപ്പായ്ക്കെതിരെ വന്നത്, കാൾ മാർക്സ് ഇല്ലായിരുന്നെങ്കിൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്നാണ്. കാൾ മാർക്സ് ഇല്ലായിരുന്നെങ്കിൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ, സോഷ്യൽ ടീച്ചിങ്സ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പാപ്പ പറഞ്ഞു എന്നാണ്. ഇതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ള കാര്യം, മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാർപ്പാപ്പയുടെ പേരിൽ അത് ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണ്. മാർപ്പാപ്പ ആ അർത്ഥത്തിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇങ്ങനെ പറഞ്ഞ ഒരാൾ സഭയിലുണ്ട്,
അത് ജർമ്മനിയിലെ മ്യൂണിക്കിലെ ആർച്ച് ബിഷപ്പായ റെയ്നാർഡ് മാർക്സ് ആണ്. അദ്ദേഹത്തിന് ഈ കാർഡിനലിൻ്റെ പേര് മാർക്സ് എന്ന് തന്നെയാണ്. അതൊരു ഒരു കൗതുകകരമായിട്ടുള്ള സാമ്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ കാർഡിനലാണ് പറഞ്ഞത് കാൾ മാർക്സ് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം. അത് 2018 കാൾ മാർക്സിൻ്റെ 200-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഈ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട്. മാർപ്പാപ്പ മാർക്സിസത്തെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ കാർഡിനൽ പറഞ്ഞ കാര്യത്തിൽ കഥയുണ്ടോ എന്നും ചിന്തിക്കാനുണ്ട്. മാർപ്പാപ്പ മാർക്സിസത്തെ പറ്റി പറഞ്ഞത്, ഞാൻ ഒരുപാട് നല്ല മാർക്സിസ്റ്റുകാരെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മാർക്സിസം തെറ്റാണ്, അതിനൊരുപാട് പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നല്ല മാർക്സിസ്റ്റുകാരെ കാണാൻ പറ്റും, പക്ഷേ മാർക്സിസം എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലയിൽ തെറ്റാണ്, പരിമിതികളുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർക്സിസത്തെ മാത്രമല്ല, മുതലാളിത്ത വ്യവസ്ഥയെയും ക്യാപിറ്റലിസത്തെയും മാർപ്പാപ്പ കാര്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. മുതലാളിത്തത്തെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തെ വിമർശിച്ചതുകൊണ്ട് മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. മുതലാളിത്തത്തിൻ്റെ ഒരു അടിസ്ഥാന ചിന്താഗതി സാമ്പത്തിക മേഖലയിലുള്ളത്, പണമുള്ളവർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അപ്പോൾ അവരുടെ പണത്തിൻ്റെ ധാരാളിത്തത്തിൽ നിന്ന് പാവപ്പെട്ടവർക്കും കിട്ടും എന്നൊരു സങ്കല്പമുണ്ട്. ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. ഒരു 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 ചിത്രം അവതരിപ്പിച്ചാൽ, ഒരു ചിന്ത കൊണ്ടുവന്നാൽ, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയുന്നു, ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പം അത് കവിയും. അപ്പം മുതലാളിത്തത്തിൻ്റെ ഗ്ലാസ് അങ്ങ് കവിയുമ്പോൾ പാവപ്പെട്ടവർക്കെല്ലാം കിട്ടാൻ തുടങ്ങുമെന്നാണ് ഈ ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാർപ്പാപ്പ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത്, ഈ ഗ്ലാസ് നിറയുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ നിറയാറാവുമ്പോഴേക്കും ഗ്ലാസ് വലുതാകുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും മുതലാളിത്തത്തിൻ്റെ ഗ്ലാസ് നിറഞ്ഞു കവിയുന്നില്ല എന്നുള്ളതാണ്. അത് മാർപ്പാപ്പയുടെ ഒരു നിരീക്ഷണമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുതുമയുള്ള കാര്യമെല്ലാം നമുക്കറിയാം. 1891 കാൾ മാർക്സ് മരിച്ച് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം ലയോ 13-ാമൻ മാർപ്പാപ്പ റെയ്രും നൊവാരും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പങ്ങളെപ്പറ്റി, പരിമിതികളെപ്പറ്റി വളരെ കൃത്യമായിട്ട്, അതിൽ സംഭവിക്കാവുന്ന അനീതികളെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് വിമോചനം എന്നുള്ളത് ഭൗതികം മാത്രമല്ല, ആത്മീയം കൂടെയാണ്, അതിന് അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാൾ മാർക്സിനോട് പറഞ്ഞ കാര്യത്തിൽ മാർപ്പാപ്പയുമായിട്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് ആക്ഷേപിക്കാൻ ഒന്നുമില്ല എന്ന് വേണം പറയാൻ. എന്നാൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മ്യൂണിക്കിലെ ആർച്ച് ബിഷപ്പായ കാർഡിനൽ റെയ്നാർഡ് മാർക്സ് പറഞ്ഞ ഒരു കാര്യം, കാൾ മാർക്സ് ഇല്ലായിരുന്നെങ്കിൽ സഭയുടെ സാമൂഹിക പ്രബോധനം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യം. ഇത് സത്യമാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ഇത് ശരിയാണ്. ആ അർത്ഥം ഏതാണെന്ന് ഉടനെ പറയാം. സഭ അതിൻ്റെ തുടക്കം മുതൽ പാവങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പാവങ്ങളുടെ കാര്യങ്ങൾ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. എന്നാൽ ഒരുപക്ഷെ സംഭവിക്കാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ പണമുള്ളവർ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് ഇവർ പാവപ്പെട്ടവരായിട്ട് കഴിയുന്നു എന്നുള്ള നിർണായകമായ ചോദ്യം സഭ എപ്പോഴും ചോദിച്ചിരുന്നില്ല എന്നുള്ളൊരു പരിമിതിയാണ്. ചോദിച്ചപ്പോൾ, അല്ല ചുരുക്കം ചിലരെങ്കിലും ചോദിച്ചു, അപ്പോഴുണ്ടായിരുന്ന ഉത്തരം, പരമ്പരാഗതമായ ഉത്തരം, അവർ കുറേ പേര് പാവപ്പെട്ടവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, കുറേ പേര് പണക്കാരായിട്ട് ജനിക്കുന്നു, പണമുള്ളവർ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന രീതിയിൽ ഈ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കാൾ മാർക്സ് ഇവരെന്തുകൊണ്ട് പാവപ്പെട്ടവരായിട്ട് കഴിയുന്നു, പാവപ്പെട്ടവരായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വലിയ സാമൂഹിക വിശകലനം നടത്തി പറഞ്ഞ ഉത്തരങ്ങളിൽ ഒന്ന്, കുറേ പേര് ഇവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേ പേര് ഇവരെ ചൂഷണം ചെയ്യുന്നു, അതുകൊണ്ട് ഇവർ പാവപ്പെട്ടവരായിട്ട് കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ സാമൂഹിക വിശകലനത്തിൻ്റെ, സോഷ്യൽ അനാലിസിസിൻ്റെ വഴി അതാദ്യമായിട്ടും ഗൗരവമായിട്ടും തുറക്കുന്നത് കാൾ മാർക്സ് ആണെന്ന് പറയാം. അതിൻ്റെ പ്രചോദനം സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഈ കാർഡിനൽ പറഞ്ഞ കാര്യം ശരിയാണെന്നും സമ്മതിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ അർത്ഥം, ഈ സാമൂഹിക പ്രബോധനത്തിൽ മാർക്സിസത്തിൻ്റെ രീതിശാസ്ത്രം ഉപയോഗിക്കാമെന്നോ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ എന്നൊന്നും അർത്ഥമില്ല. മാർക്സിസത്തിൻ്റെ ഉള്ളടക്കം അതേപടി സ്വീകരിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നും അർത്ഥമില്ല. ഉള്ളടക്കം നോക്കുമ്പോൾ നമുക്കറിയാം, സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എപ്പോഴും മാർക്സിസത്തെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പരിമിതമായ അർത്ഥത്തിൽ സാമൂഹിക വിശകലനത്തിൻ്റെ പ്രചോദനം മാർക്സിസത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറയുന്നത് തെറ്റുള്ള കാര്യമല്ല, അതത്രയും ശരിയുമാണ്. നാലാമത്തെ വിഷയം, മാർപ്പാപ്പയ്ക്കെതിരെ അടുത്ത കാലത്ത് അതിശക്തമായി വന്നത്, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച
സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മാർപ്പാപ്പ വെട്ടിത്തിരുത്തി മാറ്റി എഴുതി അടിമുടി മാറ്റിക്കളഞ്ഞു എന്നും മറ്റുള്ള ആക്ഷേപങ്ങളാണ്. കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ മാർപ്പാപ്പ കൈവച്ചോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെ തന്നെ അദ്ദേഹം വെട്ടിയോ തിരുത്തിയോ മാറ്റിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2019 ജൂൺ മാസത്തിൽ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് അവരുടെ വിശുദ്ധ കുർബാനയുടെ പുസ്തകം തക്സ എന്ന് പറയുന്നത് അത് പരിഷ്കരിച്ചു. ആ പരിഷ്കരിച്ച പതിപ്പിൽ 2 മാറ്റങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ഒരു വാക്കിൻ്റെ ഭേദഗതിയാണ്. ആ ഭേദഗതി മാർപ്പാപ്പ അംഗീകരിച്ചു എന്നുള്ളത് ശരിയാണ്. ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ അവർ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന ഭേദഗതി മാർപ്പാപ്പ അംഗീകരിച്ചു. ഇതേ കാര്യം 2017 ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അന്നും ഈ മാറ്റം അവതരിപ്പിച്ചിരുന്നു. വത്തിക്കാൻ അത് അംഗീകരിച്ചതുമാണ്. അപ്പം ഇങ്ങനെയൊരു മാറ്റം, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ചെറിയ മാറ്റം എന്താണെന്ന് പറയാം. ആ മാറ്റം ജർമ്മൻ ബിഷപ്സ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബിഷപ്സ് കോൺഫറൻസ് അത് ഞങ്ങൾ പിന്നീട് ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് മാറ്റുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താണ് മാറ്റം? ഒരൊറ്റ പ്രയോഗത്തെക്കുറിച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഈ പ്രലോഭനത്തിലേക്ക് നയിക്കുക എന്ന ആ പ്രയോഗത്തോട് ബന്ധപ്പെട്ടാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്, അല്ലെ മാറ്റം വരുത്തിയത്. എന്താണ് ഈ മാറ്റത്തിന് ആധാരം? ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതേ എന്ന് പറഞ്ഞാൽ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നത് ദൈവമാണ് എന്നൊരു ധ്വനി അതിൽ വരും. അങ്ങനെ ഒരു അർത്ഥസൂചന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ അർത്ഥം വരാത്ത രീതിയിൽ അതിനെ മാറ്റണം എന്ന് കരുതി വരുത്തിയിരിക്കുന്ന മാറ്റം എങ്ങനെയാണ്? ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് വിടരുതേ, ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് ഉപേക്ഷിക്കരുത് എന്ന രീതിയിലാണ് ഇറ്റാലിയൻ മാറ്റം അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് വിടരുതേ, ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം, മാർപ്പാപ്പ അംഗീകരിച്ച ഈ മാറ്റം വാസ്തവത്തിൽ ബൈബിളിന് വിരുദ്ധമാണോ? ഈശോ പറഞ്ഞതിന് വിരുദ്ധമാണോ? ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ വെട്ടിത്തിരുത്താമോ? ഈശോയേക്കാൾ ബുദ്ധിമാന്മാരാണോ ഇപ്പോൾ ഉള്ളത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരാവുന്ന കാര്യമാണ്. നമ്മൾ അറിയേണ്ട കാര്യം, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷയിൽ പ്രലോഭനത്തിലേക്ക് നയിക്കുക, ആ ഗ്രീക്ക് വാക്കിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതിൽ വരാവുന്ന അർത്ഥം ഒരാളെ കൊണ്ടുവരിക, നയിക്കുക, ആനയിക്കുക തുടങ്ങിയ അർത്ഥം വരുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം, ഇത്തരം തർജ്ജമയ്ക്ക് ഈ വാക്ക് ഈ രീതിയിൽ തർജ്ജമ ചെയ്താൽ ഇങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം 2-ാം നൂറ്റാണ്ടിൽ തെർത്തുല്യനും 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അഗസ്തീനോസും 13-ാം നൂറ്റാണ്ടിൽ തോമസ് അക്വീനാസും നിരീക്ഷിച്ചിട്ടുണ്ട്. അവർ കണ്ടിട്ടുള്ള കാര്യമാണ്. അന്ന് തന്നെ സഭയിൽ അവബോധം ഉണ്ടായിരുന്നു, ഈ വാക്ക് ഈ അർത്ഥത്തിലെടുത്താൽ ഇങ്ങനെ കുഴപ്പമുണ്ടല്ലോ എന്നുള്ള കാര്യം. മലയാളത്തിൽ നമുക്കത് അത്ര തോന്നാറില്ല. കാരണം പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസ് അക്വീനാസ് അതിന് നല്ലൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. പ്രലോഭനം ദൈവം നിനക്ക് തരാം, എന്നാൽ നീ അതിൽ വീഴാതിരിക്കുമ്പോൾ നിനക്കത് യോഗ്യതയായിട്ട് മാറുന്നു, വീണാൽ നിനക്കത് തിന്മയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഒരാൾ പ്രലോഭനത്തിലേക്കാണോ വീഴുന്നത് എന്നുള്ള ചോദ്യം പോലും ഉണ്ട്. അതായത് ഗ്രീക്കിൽ നിന്ന് ലത്തീനിലേക്ക് ഈ ഭാഗം തർജ്ജമ ചെയ്തപ്പോൾ, വിശുദ്ധ ജെറോം തർജ്ജമ ചെയ്തപ്പോൾ അദ്ദേഹം പ്രലോഭനം എന്ന വാക്ക് ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ആ വാക്കിന് പോലും വേണമെങ്കിൽ പരീക്ഷയെന്നും പരീക്ഷണം എന്നുള്ള അർത്ഥങ്ങളൊക്കെ കൽപ്പിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന വെട്ടിത്തിരുത്തുക അതല്ല സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ സ്വീകാര്യമാകുന്ന രീതിയിലുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും മാർപ്പാപ്പ നേരിട്ട് ചെയ്ത കാര്യമല്ല, മറിച്ച് ബിഷപ്സ് കോൺഫറൻസ് ചെയ്ത കാര്യം മാർപ്പാപ്പ അംഗീകരിച്ചു എന്നുള്ളതാണ് കാര്യം. അവസാനമായിട്ട് 5-ാമതായിട്ട് ഏറ്റവും അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 21-ാം തീയതി മാർപ്പാപ്പയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി റോമിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. ഫ്രാഞ്ചെസ്കോ എന്ന പേരുള്ള മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി. അതിലേറ്റവും വിവാദപരമായി മാറിയ കാര്യം, മാർപ്പാപ്പ സ്വവർഗ ലൈംഗികതയെ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയെ അംഗീകരിക്കുന്നു എന്ന മറ്റുള്ള വ്യാഖ്യാനം വന്നു. നമുക്കറിയാവുന്നതുപോലെ മാർപ്പാപ്പ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്.
എല്ലാവരും ദൈവ മക്കളാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഹോമോസെക്ഷൽ അല്ലെങ്കിൽ സ്വവർഗ ലൈംഗികതയുള്ളവരും ദൈവ മക്കളാണ്. അവർക്കും കുടുംബത്തിന് അവകാശമുണ്ട്. അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കരുത്. ഇത് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിനോട് ബന്ധപ്പെടുത്തി മാർപ്പാപ്പ സഭയുടെ പ്രബോധനം മാറ്റിയിരിക്കുന്നു എന്ന മട്ടിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധയും ഈ കാര്യത്തിൽ കിട്ടി. നമുക്കറിയാവുന്നതുപോലെ സഭയുടെ പ്രബോധനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നത് ഒരു ഡോക്യുമെൻ്ററിയിലൂടെ അല്ല, ആ രീതിയിലല്ല എന്നുള്ള നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാർപ്പാപ്പ മുൻപ് കൊടുത്ത രണ്ട് ഇൻ്റർവ്യൂകൾ എഡിറ്റ് ചെയ്ത് ഒന്നിപ്പിച്ചപ്പോൾ വന്ന അവ്യക്തത അതിലുണ്ടായി എന്നുള്ള കാര്യവും ശരിയാണ്. എന്നാൽ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വവർഗ വിവാഹത്തിന് താൻ എതിരാണ്, സഭയുടെ പ്രബോധനം അതേപടി അംഗീകരിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സിവിൽ യൂണിയൻ എന്ന രീതിയിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പുരുഷനുമായും സ്ത്രീയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കുണ്ട്. അവരുടെ നിയമപരമായ പരിരക്ഷയെക്കുറിച്ച് മാർപ്പാപ്പ ആദ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് ശരിയായ സംഗതിയാണ്. അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് പുരുഷനുമായിട്ട് ജീവിക്കുന്ന സമയത്ത് അവർക്ക് നിയമപരമായ പരിരക്ഷയില്ലെങ്കിൽ അവരുടെ സ്വത്തിനെക്കുറിച്ച്, അവർക്ക് കിട്ടേണ്ട മെഡിക്കൽ സൗകര്യങ്ങളെ പറ്റിയൊക്കെ തർക്കങ്ങളും പിന്നീട് അവകാശ ലംഘനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ ഈ തരത്തിൽ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞത് വാസ്തവത്തിൽ ഇതുവരെയുള്ള സഭാ പ്രബോധനങ്ങളിൽ നിന്നുള്ള ഒരു പടി മുന്നോട്ട് പോക്കായിട്ട് വേണം കണക്കാക്കാൻ, അല്ലെങ്കിൽ വ്യതിയാനമായിട്ട് പോലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന സംഗതിയാണ്. മാർപ്പാപ്പയെപ്പറ്റി അനേകം തർക്കവിതർക്കങ്ങൾ ഉള്ള ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് മെത്രാന്മാരെ പല രാജ്യങ്ങളിലും ഇതിനുവേണ്ട നല്ല ഒരുക്കങ്ങൾ നടത്തി. വരാൻ പോകുന്ന ചർച്ചകളെക്കുറിച്ച്, അന്നേരം ഉണ്ടാകാവുന്ന തർക്കങ്ങളെക്കുറിച്ച് അവർ വലിയ തോതിൽ ബോധവാന്മാരായിരുന്നു. കൗൺസിൽ നടന്നതിൻ്റെ തലേ രാത്രിയിൽ, അതായത് ഒക്ടോബർ മാസം 10-ാം തീയതി 1962, അന്ന് ഒരു കൂട്ടം ജർമ്മൻ ബിഷപ്സിനോട് ഒരു ചെറുപ്പക്കാരനായ ദൈവശാസ്ത്ര പണ്ഡിതൻ സംസാരിക്കുകയായിരുന്നു. ആ ബിഷപ്സിനെ പറഞ്ഞ് അദ്ദേഹം ഒരുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിച്ചത് താഴെ പറയുന്ന വാക്യത്തോടുകൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു തൻ്റെ പോരാളികളെ ഒരുക്കുന്നത് അവർ പരസ്പരം മല്ലടിക്കാൻ വേണ്ടിയിട്ടില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് അന്ധകാര ശക്തികൾക്കെതിരെ പോരടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ വാക്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ സഭയിൽ ജീവിക്കുന്നത് മാർപ്പാപ്പയ്ക്കെതിരെയും സഭാ സംവിധാനങ്ങൾക്കെതിരെയും പോരടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അന്ധകാര ശക്തികൾക്കെതിരെ പോരടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടെയുണ്ട്. അന്ന് ആ മെത്രാന്മാരോട് അങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച ആ ചെറുപ്പക്കാരൻ വൈദികൻ്റെ പേര് ജോസഫ് റാറ്റ്സിംഗർ എന്നാണ്. അദ്ദേഹമായിരുന്നു ഭാവിയിലെ പാപ്പ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ.